ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് നോമ്പുകാര സ്പെഷ്യലായിട്ടുള്ള ഫലൂഡ നമുക്കെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിന്ന് ഫലൂഡ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഫലൂഡ ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ ഈ ഫലൂഡ മിക്സ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ മിക്സ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം 1 ലിറ്റർ പാലിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ ഫലൂഡ മിക്സിൻ്റെ റേറ്റ് 55 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു 8 പേർക്കോളം ഇതിൽ നമുക്ക് ഫലൂഡ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇത് പറ്റിയ ഒരു മിക്സാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബേക്കേഴ്സിൻ്റെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ മിക്സ് ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിൽ കുറേ ഫ്ലേവേഴ്സ് വരുന്നുണ്ട്. പിസ്ത, മാംഗോ, റോസ് മിൽക്ക് അങ്ങനെ. ഞാനിവിടെ നിന്ന് റോസ് മിൽക്കും മാംഗോ ആണ് വാങ്ങിച്ചത്. പക്ഷേ ഇന്ന് കാണിക്കുന്നത് മാംഗോ ഫലൂഡയാണ്, മാംഗോ ഫ്ലേവറിലുള്ള ഫലൂഡയാണ്. ഞാൻ അതിനായിട്ട് 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാല്, നല്ല കട്ടി പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ആ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 1 ലിറ്റർ പാലിന് 1 കപ്പ് വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ഫലൂഡ മിക്സിൽ നമുക്ക് ഷുഗറോ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഫലൂഡ മിക്സ് ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് ആ സേമിയൊക്കെ വേകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും ഐസ്ക്രീമൊക്കെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫലൂഡ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഫലൂഡ മിക്സ് ചേർത്തുമ്പോൾ നല്ല ചൂടുള്ള പാലായതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് പാല് കുറച്ചെടുത്ത് അതിലോട്ട് ഈ ഫലൂഡ മിക്സ് ചേർത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തത്. എനിക്കിവിടെ കട്ട പിടിച്ചൊന്നുമില്ല. പക്ഷെ ആദ്യമായി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇത് അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ്. പെട്ടെന്ന് അത് തിളച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു തിക്ക് പേസ്റ്റ് രീതിയിൽ കിട്ടും. അപ്പോൾ അത് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലൊരു തിക്ക് ഇതുപോലെ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൽ സേമിയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് 2-3 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മുന്തിരി, ഈത്തപ്പഴം, പഴം, ആപ്പിൾ, ഉറുമാമ്പഴം, മാംഗോ കൂടെ എടുത്തിട്ടുണ്ട്. മാംഗോ ഫ്ലേവർ ആയതുകൊണ്ടാണ് ഞാൻ മാംഗോ എടുത്തത്. റോസ് മിൽക്കൊക്കെ ആണെങ്കിൽ മാംഗോ വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. ഈത്തപ്പഴം ഞാൻ എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം ആണെങ്കിൽ നമുക്ക് ഈ സേമിയ ഇട്ട് കുക്ക് ചെയ്യുന്ന ആ ഫലൂഡ മിക്സ് ഇട്ട് കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അതിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താം. നട്ട്സ് കടിക്കാൻ ഇടയ്ക്ക് അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ മുന്തിരി, ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഇഷ്ടം അവൈലബിൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതിലൂടെ ഐസ്ക്രീമും ചേർത്ത് സെർവ് ചെയ്യാം. ഐസ്ക്രീം ചേർത്തുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ ലൂസായി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂഡ മിക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഇത് ഐസ്ക്രീം ഇല്ലാതെ കഴിക്കാൻ തന്നെ ഐസ്ക്രീം പോലെ ഉണ്ടാവും. നോൽമ്പായതുകൊണ്ട് ഞാൻ ഇതിൽ ഐസ്ക്രീം ചേർത്തിട്ടില്ല. ഇതിൽ ഐസ്ക്രീം കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫലൂഡ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വെനസ്ഡേ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.